ഹായ് ഹലോ. അങ്ങനെ ഞാനിപ്പോൾ ഒരു 3 ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഈവനിങ് ആകുമ്പോൾ ഒരു ഓയിൽ റെസിപ്പീൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതെനിക്ക് ഇടാൻ പറ്റിയില്ല. ഇപ്പോഴേ എനിക്ക് ടൈം കിട്ടിയത്. വേറെ ഒന്നുമല്ല, സുഖം ഉണ്ടായിരുന്നില്ല, പനിയായിരുന്നു. അപ്പോൾ നമുക്കിനിപ്പോൾ വീഡിയോനെ കുറിച്ച് പറയാം. എൻ്റെ കൊച്ച് ജനിച്ചപ്പോൾ, എൻ്റെ മൂത്ത മോള് അവൾ ജനിച്ചപ്പോൾ അവളുടെ ഹെയർ ഭയങ്കര കേളിയായിരുന്നു. ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര കേളിയായിരുന്നു. നല്ല സ്പ്രിങ് പോലത്തെ മുടിയായിരുന്നു. അപ്പോൾ എല്ലാവരും പറയുകയും ചെയ്യുമായിരുന്നു, ഭയങ്കര സ്പ്രിങ് ആയിട്ടുള്ള ഹെയർ ആണല്ലോ എന്നെല്ലാവരും കാണുമ്പോഴൊക്കെ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് പറഞ്ഞ മാതിരി എൻ്റെ മുടി നല്ല കേളി മുടിയാണ്. അപ്പോൾ ഭയങ്കര കേളിയല്ല, എന്നാലും കേളി മുടിയാണ്. അപ്പോൾ മുടിയായ കാരണം തന്നെ എനിക്ക് നമുക്കുണ്ടാവുമല്ലോ, എൻ്റെ കൊച്ചിന് സ്ട്രെയിറ്റ് ഹെയർ ആയിരുന്നു എനിക്ക് താല്പര്യം, ഇഷ്ടം. അപ്പോൾ എനിക്ക് അങ്ങനെ അല്ലായിരുന്നു. അപ്പോൾ അവൾക്ക് മുടി കേളി മുടിയായിരുന്നു കിട്ടിയത്. അപ്പോൾ എനിക്കത് സ്ട്രെയിറ്റ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, ഹോം റെമഡി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമ്മളിങ്ങനെ ചിന്തിച്ചപ്പോൾ അങ്ങനെ നമുക്കറിയുന്ന ആർക്കും അങ്ങനെ അതിനെക്കുറിച്ചൊന്നും ഒരറിവുമില്ല. അവർക്ക് ആർക്കും ഒന്നും അറിയാൻ പാടില്ല. ഇവൻ എൻ്റെ അമ്മക്കറിയില്ല, അങ്ങനെ ആർക്കും അറിയില്ല. അപ്പോൾ നമുക്കും അറിയില്ലല്ലോ അതിനെക്കുറിച്ചൊന്നും. അപ്പം ഞാൻ ഈ യൂട്യൂബൊക്കെ കണ്ടപ്പോൾ യൂട്യൂബിലൊക്കെ കുറേയൊക്കെ പറയുന്നുണ്ട്. കുഞ്ഞു കുട്ടികളെ കുറിച്ചൊന്നും പറയുന്നില്ല, ജനിച്ച കുട്ടികൾ അങ്ങനെ എല്ലാവരും പറയുന്നു. വലിയ അത്യാവശ്യം ഇപ്പോൾ 2ാം ക്ലാസ്സിൽ 3ാം ക്ലാസ് അങ്ങനത്തെ കുട്ടികളെ വെച്ചിട്ടാണ് കാണിക്കുന്നത്. ഹെയറിൽ ഇങ്ങനെ കുറേ മറ്റേ മാസ്ക് പോലെ ഉണ്ടാക്കിയിട്ട് അപ്ലൈ ചെയ്യുന്ന സംഭവങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അല്ലാതെ ഓയിലായിട്ടുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല യൂട്യൂബിൽ, ഇപ്പോഴും ഇല്ല. ഞാൻ കുറേ സെർച്ച് ചെയ്തപ്പോഴൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനപ്പോൾ ഒരു ദിവസം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മൂമ്മേനെ കണ്ടിട്ടില്ല കേട്ടോ. ഇങ്ങനെ ഞങ്ങളൊരു ദിവസം ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവൾക്ക് ഒരു 6 മന്ത്സ് ഉണ്ടാവും, 6 മന്ത്സ് ആയിട്ടുണ്ടാവും. അപ്പോൾ 6 മന്ത്സ് ഉള്ള സമയത്ത് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഇങ്ങനെ ഈ ഒരു അമ്മൂമ്മ ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നു. ഇരുന്ന സമയത്ത് ഇവളുടെ ആ അമ്മൂമ്മ എന്തോ അങ്ങനെ പറഞ്ഞ് നല്ല ചുരുണ്ട മുടിയാണല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ ആ ചുരുണ്ട മുടിയാണ്, എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ചുരുണ്ട മുടി. അപ്പോൾ കിട്ടിയതാണെങ്കിൽ അവർക്ക് നല്ല ചുരുണ്ട മുടിയുമാണ് കിട്ടിയതെന്ന് പറഞ്ഞു. അപ്പോൾ മുടി സ്ട്രെയിറ്റ് ആവാനാണെങ്കിൽ ഒരു വിദ്യയുണ്ട്. ഒരു ചിലവില്ലാന്ന് വെച്ചാൽ നമുക്ക് ഓയിലും ഒരു സാധനം മാത്രം മതി. പക്ഷെ അതൊന്നും ഇപ്പോൾ ഒന്നും ആരും ചെയ്യാറൊന്നുമില്ല. പക്ഷെ എൻ്റെ കാലത്തിലൊക്കെ എൻ്റെ കുട്ടികൾക്കൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർ മുടിയൊക്കെ അതേപോലെ തന്നെ നല്ല സ്ട്രെയിറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും വില കൂടിയ സാധനമോ എന്തെങ്കിലും അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ബ്രഹ്മി എന്ന് കേട്ടിട്ടില്ല. അപ്പം ഞാൻ ആ ബ്രഹ്മിയിൽ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ബ്രഹ്മി എൻ്റെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. ആ ബ്രഹ്മി ജസ്റ്റ് തണ്ടുകൂടെ പൊട്ടിച്ച് നമ്മൾ ഇങ്ങനെ മേളിൽ പൊട്ടിച്ച് അങ്ങനെ ഒരു ബൗൾ നിറച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഓയിലിൽ ആ ബൗള് നിറച്ച് അമുക്കിയെടുക്കുക. അങ്ങനത്തെ തന്നെ ബൗളിൽ ഓയിൽ, ആ ബൗളിൽ തന്നെ ഓയിൽ ഒരു 4, ആ ബൗളിൽ തന്നെ നിറച്ച് 4 ബൗള് ഓയിലെടുക്കണം. ഓയിലെടുത്തിട്ട് നന്നായിട്ട് ബോയിലാവുമ്പോൾ ഇതിട്ടിട്ട് ഈ ബ്രഹ്മി ഇട്ടിട്ട് നന്നായിട്ട് മൂത്ത്, നമുക്കറിയാമല്ലോ മൂക്കുമ്പോൾ നന്നായിട്ട് മൂത്ത് നല്ല ബ്രൗൺ കളറായി നല്ല ക്രിസ്പി ആയിട്ട് ഇങ്ങനെ ആവുമ്പോൾ ഓയിൽ നിർത്തുക. ആ ഓയിൽ നമ്മുടെ കുട്ടികളെ യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഓർത്തപ്പോഴും എന്താ വെച്ചാൽ വേറെ അപ്പം നമ്മളുടെ കുട്ടികൾ എന്തെങ്കിലും ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറേ ചിന്തനകളുണ്ടാവും. അത് യൂസ് ചെയ്തപ്പോൾ പനി പിടിക്കും. പക്ഷേ 6 മന്ത്സല്ലേ ആയിട്ടുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ബ്രഹ്മി ആയിക്കാണ് നമുക്ക് അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും പേടിക്കുകയും വേണ്ട. വെച്ചാൽ അതായിട്ടൊരു വേറൊരു നമുക്ക് ഡിഫിക്കൽട്ട് അങ്ങനെ ഉണ്ടാക്കാത്തൊരു സംഭവമാണ് ബ്രഹ്മി നല്ലതാണ്. കുട്ടികൾക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യണം, ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ കുട്ടികൾക്ക് യൂസ് ചെയ്തിട്ടില്ല. ചില ആൾക്കാരൊക്കെ നമ്മളെ ബുദ്ധിക്ക് ഓർമ്മശക്തിക്കൊക്കെ നല്ലതാണ് പറഞ്ഞുകൊണ്ട് ഭക്ഷണത്തിലും കുട്ടികൾക്ക് അല്ലാതെ തന്നെ കഴിക്കാൻ കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ ബ്രഹ്മി. ഞാൻ എൻ്റെ കുട്ടികൾക്ക് അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. വീട്ടിലുണ്ടായിരുന്നു അല്ലാതെ നമ്മളത് വേറെ രീതിയിലൊന്നും യൂസ് ചെയ്തില്ല. പനിക്കൂർക്കൊക്കെ ഉണ്ടെങ്കിലും പനിയൊക്കെ വന്നാലും ഞാനതൊന്നും യൂസ് ചെയ്യാറില്ല പൊതുവേ, അതൊക്കെ ഉണ്ടെന്നുള്ളൂ. അപ്പോൾ വിചാരിച്ചു ബ്രഹ്മിയല്ലേ, നമുക്ക് വേറെ ഒരു സൈഡ് എഫക്റ്റ് അങ്ങനെ കുട്ടികൾക്കൊന്നും ഉണ്ടാവില്ല ആ സംഭവത്തിൽ. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്യുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ ട്രൈ ചെയ്തു എന്ന് വെച്ചാൽ ഞാനപ്പോൾ അന്ന് തുടങ്ങിയ ആ അമ്മ പറഞ്ഞ അന്ന് തുടങ്ങിയ 6 മന്ത്സിൽ തുടങ്ങിയ ഞാൻ ഈ ഓയിൽ മാത്രമേ ഞാൻ കൊച്ചിന് പുരട്ടിയിട്ടുള്ളൂ.
പക്ഷെ അത് മാജിക്കാണ് തന്നെ പറയാം. മുടി ഞാൻ പിന്നെ മുടി എന്താണ് വടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഓയിൽ നന്നായിട്ട്. അപ്പോൾ വേറൊരു കാര്യം കൂടി അമ്മൂമ്മ പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത്, മുടി വടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. ഈ ഓയിൽ അപ്ലൈ ചെയ്യുക, മുടി നന്നായിട്ട് പെട്ടെന്ന് വളരും. അപ്പോൾ വളരുന്ന അനുസരിച്ച് തന്നെ മുടി ഒരു 3 പ്രാവശ്യമെങ്കിലും വടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓക്കെ, അങ്ങനെ തന്നെ ഞാൻ 3 പ്രാവശ്യം അവളുടെ മുടി വടിച്ചിട്ടുണ്ട്, ഫുള്ളായിട്ട് അടിച്ചിട്ടുണ്ട്. കൂടെ അപ്ലൈ ചെയ്യുന്ന ഈ ഓയിൽ മാത്രമായിരുന്നു അവളുടെ ഹെയറിന് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഫോട്ടോ ഇട്ടിരിക്കുന്നതിൽ കാണാം കേട്ടോ. കണ്ടോ, ഈ ഫോട്ടോയിൽ കണ്ടോ, ഇവളുടെ മുടി നല്ല സ്ട്രെയിറ്റായി. അവൾക്കൊരു വയസ്സ് ആയപ്പോൾ തന്നെ മുടി നല്ല, ഒരു വയസ്സല്ല, ഒരു 1.5 വയസ്സൊക്കെ ആയപ്പോൾ തന്നെ മുടി നല്ല സ്ട്രെയിറ്റായി. ആ സ്പ്രിങ്ങൊക്കെ മാറി നല്ല സിൽക്കി ഹെയറായി അവളുടെ മുടി. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തന്നെ അത്ഭുതം തോന്നി കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ പോയിട്ട് ഈ കൊച്ചിനെ പണ്ട് കുഞ്ഞിലായിരുന്നപ്പോൾ കണ്ട ആൾക്കാർ, പക്ഷേ ഇവളുടെ ഹെയർ നന്നായിട്ട് പെട്ടെന്ന് അവർ റെക്കഗ്നൈസ് ചെയ്യുമായിരുന്നു, നല്ല കേളിയായ കാരണം തന്നെ. എന്നുവെച്ചാൽ ഹസ്ബൻഡ് പൊതുവെ ആൾക്കാർക്ക് കുറ്റം കണ്ടുപിടിക്കാനായിരിക്കുമല്ലോ താല്പര്യം. അപ്പോൾ അവരൊക്കെ വെച്ചാൽ മുടി നല്ല ചുരുണ്ട മുടിയാണല്ലോ, അപ്പോൾ അവർക്ക് അതിലും ഹാപ്പിനെസ് അവർ കണ്ടുപിടിച്ചായിരുന്നു. അപ്പോൾ അത് മാറി. അപ്പോൾ അവരയ്യോ, അപ്പോൾ പിന്നെ കാണുമ്പോൾ അവരിങ്ങനെ അയ്യോ ഈ മുടി ഇങ്ങനെയായത്, ഇങ്ങനെ ആയിരുന്നില്ലല്ലോ മുടി നല്ല ചുരുണ്ട മുടിയാണില്ലേ, ഇതെങ്ങനെ ഇത്ര സ്ട്രെയിറ്റ് ആക്കി? ബ്യൂട്ടീഷ്യനൊക്കെ അല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും. എന്തെങ്കിലും ചെയ്തിട്ട് അവർ വിചാരിച്ചോട്ടെ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവർക്കൊരു വേദന, പിന്നെ സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞപ്പോൾ അവർക്കൊരു കാണുമ്പോൾ ഒരു വേദന. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ കൊച്ചിൻ്റെ മുടി സ്ട്രെയിറ്റ് ആയത്. അല്ലാതെ ഞാൻ പ്രത്യേകിച്ച് അതിൽ ഒന്നും ചെയ്തിട്ടില്ല. ഓയിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കും എന്തായാലും നമ്മൾ കുട്ടികൾക്ക് വേണ്ടി. അപ്പോൾ നമ്മൾ മസാജിങ്ങിനൊക്കെ ഇങ്ങനെ കിടത്തും, അപ്പം മസാജൊക്കെ ചെയ്യും, തലയിൽ ഓയിൽ അപ്ലൈ ചെയ്യും, തലയിൽ എല്ലാ ദിവസവും ഓയിൽ അപ്ലൈ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്താണ് എൻ്റെ കൊച്ചിൻ്റെ മുടി സ്ട്രെയിറ്റ് ആയത്. പിന്നെ 3 പ്രാവശ്യം മുട്ടയടിച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ പുതിയ അമ്മമാരായ ആൾക്കാരും ഒരു വയസ്സായ കൊച്ചും ഒക്കെ വെച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവും. ചുരുണ്ട മുടി ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ചുരുണ്ട മുടി ഇഷ്ടമുള്ള, ഇപ്പോൾ ചില ആൾക്കാർ പറയും ചുരുണ്ട മുടിയിൽ എന്ത് കാര്യമായിരിക്കും, സ്ട്രെയിറ്റ് മുടിയിൽ എന്ത് കാര്യം. അത് ഓരോ ആൾക്കാരുടെ ഇഷ്ടങ്ങളാണ്. അപ്പം അവരുടെ അമ്മമാർക്ക് ചിലപ്പോൾ അവരെ കൊച്ചിന് മുടി സ്ട്രെയിറ്റ് ആക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാതെ, നമുക്ക് ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ, നമുക്ക് എന്തായാലും കൊച്ചിന് നമ്മൾ തലയിൽ എണ്ണ തേക്കും. അപ്പോൾ എണ്ണ മാത്രം ചേഞ്ച് ചെയ്യുക. എണ്ണക്കാണെങ്കിൽ നമ്മൾ പുറത്ത് പോയി കുറേ സാധനങ്ങൾ മേടിച്ച് നമ്മൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ബെസ്റ്റ് സംഭവമാണ്, 100% റിസൾട്ട് കിട്ടുന്ന സംഭവമാണ്. അപ്പം നിങ്ങൾക്ക് ഇത് അമ്മമാർക്ക്, ഇപ്പോൾ ജനിച്ച കുട്ടികളും അല്ല, ഒന്നും പേടിക്കാതെ നമുക്കത് യൂസ് ചെയ്യാം. ഒരു രോഗമോ ഒന്നും ഇത് ചൊല്ലി വരില്ല. എൻ്റെ കൊച്ചിന് ഞാൻ தான் യൂസ് ചെയ്തിട്ടുള്ളത്. അത് കാരണം മാത്രം എൻ്റെ കൊച്ചിന് സ്ട്രെയിറ്റ് ഹെയർ ആയത്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ഹെയർ ആക്കണം എൻ്റെ കുഞ്ഞിൻ്റെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഒരു ബുദ്ധിമുട്ടില്ലാത്ത സംഭവമാണ്. ബ്രഹ്മി എന്ന് പറഞ്ഞ സംഭവം നമുക്ക് വീട്ടിൽ നട്ടുപിടിപ്പിക്കാൻ പറ്റും. കാട് പോലെ വളർന്ന സംഭവമാണത്. അത് വെച്ച് നമ്മൾ ഓയിൽ ഒരു പ്രാവശ്യം ഇപ്പോൾ തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കൊരു മന്ത് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പിന്നെയും ബ്രഹ്മി കാട് പോലെയാവും, പിന്നെയും നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേറെ പുറത്തുനിന്ന് ഒരു സാധനം മേടിക്കേണ്ട, ഒന്നും മേടിക്കേണ്ട. പിന്നെ അത് ശ്രദ്ധിക്കുക. പിന്നെ 2 പ്രാവശ്യം 3 പ്രാവശ്യം കുട്ടികളെ കൊച്ചിൻ്റെ മുട്ട അങ്ങ് അടിക്കുക. കുഞ്ഞു കൊച്ചല്ലേ, മുട്ട അടിച്ചാൽ ഇപ്പോൾ എന്താ, മുട്ട അടിക്കുക. മുടി എന്തായാലും സ്ട്രെയിറ്റ് ആവും, എന്തായാലും 100% സ്ട്രെയിറ്റ് ആവുന്നുള്ള കാര്യം ഉറപ്പുള്ള കാര്യമെന്ന് വെച്ചാൽ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യമാണ്. എനിക്ക് റിസൾട്ട് കിട്ടിയിട്ട് കുറേ ആൾക്കാർ നെട്ടിയിട്ടുള്ള കാര്യമാണ്, അതാണ് ഞാൻ പറയണതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തായാലും ഇതിനൊരു സങ്കടം ഉണ്ടാവില്ല കേട്ടോ. ഇത് റെഗുലറായിട്ട് യൂസ് ചെയ്യുക, മുട്ടയടിക്കുക 3 പ്രാവശ്യം, അത്രേ ഉള്ളൂ കാര്യം. മുടി എന്തായാലും സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ സ്ട്രെയിറ്റ് ആക്കണമെങ്കിൽ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് അടിക്കുക. പിന്നെ ഇത് നിങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരു കമൻറ്റ് ബോക്സിൽ എന്താണ് നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ട് റിസൾട്ട് കിട്ടാൻ കുറച്ച് വൈകും. അപ്പോൾ അത് കാരണം വൈകിയാണെങ്കിലും അതിനുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അയയ്ക്കാം, ഞാനതിന് റിപ്ലൈ ചെയ്യാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് വലിയ പൈസ മുടക്കൊന്നുമില്ലല്ലോ. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും. വേറെ ഒന്നുമില്ല. ഓക്കെ, ശരിയാണ്. ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം.